എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഈ ആഴ്ച ഒരു മില്ലറ്റ് റെസിപ്പി ആയാലോ. വെയിറ്റ് ലോസിന് പറ്റിയൊരു റെസിപ്പിയായത്. അപ്പോൾ ചോളം ഒരു 8 മണിക്കൂർ കുതിർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങളടുത്ത് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ചോളം അതായത് ജോവാർ മണിച്ചോളം ഒന്ന് 8 മണിക്കൂർ കുതിർക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കണ്ടോ, വെള്ളം കാണാനേ ഇല്ലല്ലോ. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് വെള്ളം ഒഴിക്കണ്ടു, കാരണം ഈ ചെറുധാന്യങ്ങൾക്ക് അധികം വെള്ളം വേണ്ട കുതിരുമ്പോൾ. കണ്ടോ, അത്രയും വെള്ളമേ ഉള്ളൂ. ഇനി ഇതൊന്ന് മിക്സി ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അതിലേക്ക് 1 ഉരുളക്കിഴങ്ങും 1 തക്കാളിയും 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് അരക്കാം. ബാക്കിയുള്ളതെല്ലാം പിന്നെ ചേർക്കാം. എന്താ ഈ വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ലോണം അരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1/4 കപ്പ് ചെറിയുള്ളി, അതൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അരിഞ്ഞ് കിട്ടൂല. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ 1/2 ടീസ്പൂൺ മുളക് പൊടിയും. ഇത് മുളക് പൊടി വേണമെങ്കിൽ, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതിന് വേറെ കറിയൊന്നും ആവശ്യമില്ല. ഇതെല്ലാം കൂടി അരച്ചിട്ട് അങ്ങനെ അങ്ങ് തിന്നാം. ഇനി വേണം കറി നിർബന്ധം എന്നുള്ളവർക്ക് വേണമെങ്കിൽ തൈര് എടുക്കാം. അപ്പോൾ അതാ ഒരുവിധം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് എല്ലാവരുടെയും അങ്ങ് എത്തിക്കോളുമല്ലോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇതിൽ ബാക്കി നമ്മൾ കാണിച്ച പച്ചക്കറികളുണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്തിട്ട് അങ്ങനെ തന്നെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, കാരണം എനിക്ക് കുറച്ചുകൂടി കട്ടി വേണമെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ അതാ ഇനി നമ്മളെ 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് കാബേജ്, പിന്നെ 1 പച്ചമുളകാണ്. ഇത് കുറച്ച് വലിപ്പമുള്ള പച്ചമുളക 4 ചീന്തി എന്നിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് എന്നാലും ഒന്ന് കടിച്ചു പോയാലൊന്നും വലിങ്ങനെ പ്രശ്നമാവില്ലല്ലോ. അതുകൊണ്ട് 1/4 കപ്പ് capsicum. മാക്സിമം നിങ്ങളടുത്ത് ഏതെല്ലാം പച്ചക്കറി ഉണ്ട് നിങ്ങൾ ചേർക്കാൻ പറ്റുന്ന എല്ലാം ചേർത്തോ. ബീറ്റ്റൂട്ടോ ഇനി കോളിഫ്ലവറോ അങ്ങനെ എന്തുണ്ടെങ്കിലും ചേർക്കാം. പട്ടാണിയോ ബീൻസോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മളൊരു പത്തലിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നു. അങ്ങനെ ചെയ്യണമെന്നില്ല, നമുക്ക് വെറും ചോളം വെച്ച് മാത്രം സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇല എടുത്തിട്ട് അതിലൊന്ന് ഇത് പരത്തിയെടുക്കാം. പരത്തിയിട്ട് നടുവിലൊരു ഓട്ട ഉണ്ടാക്കി കൊടുക്കുക. അതാകുമ്പോൾ നല്ലോണം അതിൽ കൂടി ഇങ്ങോട്ട് തീ കയറിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. കല്ല് കായുന്നുണ്ട്, ഒരു ലേശം വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുക്കുക, അധികമൊന്നും വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് ഈ ഇല അങ്ങനെ കുമ്പെടുത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് എടുക്കാറ് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് മെല്ലെ പൊളിച്ചെടുക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ പകുതി ഇങ്ങ് പോരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടന്ന് പോകട്ടെ. മെല്ലെ വെന്തോളും. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നെയ്യോ വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. അതാർന്ന് പോകട്ടെ. ഇതാ വെന്ത് വന്നിട്ടുണ്ട്, ബാക്കെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് ലൈറ്റ് ഇടാണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് നല്ലോണം നിഴലടിക്കുന്നുണ്ട്. മറിച്ചിട്ടിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് അതാർന്ന് പോകട്ടെ. കണ്ടോ, നമ്മൾ പത്തൽ റെഡി. ഇനി ഇതേപോലെ എണ്ണയാക്കി കൊടുത്ത് അതേ ആസ് യൂഷ്വൽ അതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. വൈകുന്നേരത്തെ ചായക്കായാലും ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും എല്ലാം അടിപൊളിയാണ്. ഞാനിന്നൊരു കട്ടൻ ചായയും 1 കഷ്ണം പത്തലും തിന്നാൻ പോകുന്നതാണ്. കണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. ഈ മക്കൾ പച്ചക്കറി തിന്നാത്ത മക്കളെ കൊണ്ട് പച്ചക്കറി തിന്നിക്കാനും നമുക്ക് തന്നെ ഒരേപോലെ ഉപ്പേരിയായിട്ട് തിന്നതിനുള്ള വിഷമം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി തിന്നാൽ ഒരു പ്രശ്നവുമില്ല, നമ്മളെ വയറ്റിലെത്തുകയും ചെയ്യും, നല്ല ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പം എന്തായാലും എല്ലാവരും ഈ വെയിറ്റ് ലോസ് റെസിപ്പി ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.